പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഇടക്കൊച്ചി സെന്റ് മേരീസ് ചർച്ച് കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് സ്കൂൾ ഹാളിൽ നടന്ന ക്യാമ്പ് ഇടവക വികാരി ഫാദർ റാഫി കുട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കൂടുതൽ ഇതിന്റെ ആവശ്യകതയിലേക്ക് വരികയാണ്. ജനങ്ങൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ജീവിത ശൈലിയൊക്കെ വെടിഞ്ഞിട്ട് ഇപ്പോഴത്തെ വളരെ സുഖകരമായ ഒരു ജീവിത ശൈലി നയിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ രോഗങ്ങളെല്ലാം മനുഷ്യർക്കുണ്ടായിരുന്നു. ഞാൻ മിഷൻ രാജ്യത്തായിരുന്ന സമയത്ത് ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ 100 വയസ്സിന് മേലുള്ള ആളുകൾ ഒരുപാട് പേരെ കണ്ടു. 100 വയസ്സിന് മേലുള്ള ആളുകളാണ്. പരിപാലന പ്രസിഡന്റ് സേവ്യർ പോത്തമ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ വരുന്ന ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ രോഗികളുടെ രോഗങ്ങളെല്ലാം നിശേഷം മാറ്റാമെന്നുള്ളൊരു വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല. മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവില്ല. മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞൊരു അവബോധമാണ്. പ്രാഥമികമായിട്ടൊരു അവബോധം സൃഷ്ടിക്കുക. ഇന്ന് മനുഷ്യൻ അവനെക്കുറിച്ച് തന്നെ അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും അതല്ലെങ്കിൽ അവൻ്റെ രോഗാവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഇന്ന് മനുഷ്യനില്ല. ഓട്ടമാണ്, ധൃതി പിടിച്ച് ഏത് കാര്യത്തിനും ഓട്ടമാണ്, ഓട്ടമാണ്. അങ്ങനെ ഓടി നടക്കുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതേപോലൊരു മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ വന്ന ഒരു പ്രഷറും ഷുഗറും ഒന്ന് നോക്കിക്കഴിയുമ്പോൾ എന്താണ് അവസ്ഥ, പ്രാഥമിക അവസ്ഥ, ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തുമ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് കിട്ടും. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ പറ്റും. കൊച്ചി നഗരസഭ കൗൺസിലർമാരായ ജീജ ടെൻസൺ, ഷീബ ഡുറോം, സെൻട്രൽ കമ്മിറ്റി കൺവീനർ ജോഷി KJ, തോമസ് ഔസേപ്പ്, ജോസഫ് ജോയ് പഴയകാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മധുര ശുശ്രൂഷ രംഗത്തും സാധാരണക്കാരെ സഹായിക്കുന്ന കാര്യങ്ങളിലും പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റിബല്ലോ.